പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കം തന്നെ ക്യാമ്പസിൽ വസന്തമൊരുക്കിയിരിക്കുകയാണ് വയനാട് സുൽത്താൻ ബത്തേരി സർവജന ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. ക്യാമ്പസിൽ ഹരിതാഭയും ഉണർവും പകരാൻ 200ഓളം സൂര്യകാന്തി ചെടികൾ നട്ടുകൊണ്ട് ഫ്ലവർ ക്യാമ്പസ് പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇവിടുത്തെ NSS വോളണ്ടിയർമാർ. പുതിയ അധ്യയന വർഷത്തിന്റെ ആദ്യ ദിനം തന്നെ വേറിട്ടൊരു പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനവുമായാണ് വയനാട്ടിലെ സുൽത്താൻ ബത്തേരി സർവജന ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാർ രംഗത്തെത്തിയത്. വിദ്യാലയ മുറ്റത്ത് 200ഓളം സൂര്യകാന്തി ചെടികൾ നട്ടുകൊണ്ട് ഫ്ലവർ ക്യാമ്പസ് പദ്ധതിക്ക് വിദ്യാർത്ഥികൾ തുടക്കം കുറിച്ചു. കഴിഞ്ഞ 4 വർഷമായി സ്കൂളിൽ വിജയകരമായി നടപ്പിലാക്കി വരുന്ന ഗ്രീൻ ക്യാമ്പസ്, ഫ്രൂട്ട് ക്യാമ്പസ്, ഫ്ലവർ ക്യാമ്പസ് പദ്ധതികളുടെ ഭാഗമായാണ് ഈ വർഷത്തെ സൂര്യകാന്തി തോട്ട നിർമ്മാണം. നഗരസഭ തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹകരണത്തോടെയാണ് വിദ്യാർത്ഥികൾക്കായി ചെടിച്ചട്ടികളും തടങ്ങളും ഒരുക്കിയത്. നഗരസഭയുടെയും സ്കൂൾ അധികൃതരുടെയും PTA പൂർണ്ണമായ പിന്തുണയോടെയാണ് പദ്ധതിയുടെ ഉദ്ഘാടനം ക്യാമ്പസിൽ നടന്നത്. വിദ്യാലയത്തിലേക്ക് എത്തിയ നവാഗതരെ വരവേൽക്കുന്നതിനൊപ്പം ക്യാമ്പസിന് ഒരു പുത്തൻ ഉണർവ് നൽകാനും വിദ്യാർത്ഥികളുടെ ഈ കൂട്ടായ്മയ്ക്ക് സാധിച്ചു. പരിസ്ഥിതി സംരക്ഷണവും കൃഷിയും പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടെ വരും ദിവസങ്ങളിലും കൂടുതൽ സജീവമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.